നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ വിഷയം അത് കത്തി നിൽക്കുന്ന വിഷയം തന്നെയാണ്. അത് സാധാരണക്കാരുടെ മനസ്സിലെ ആദിയാണ് ആ കത്തലിന് പിന്നിലെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഏതൊക്കെ വിഷയം വന്നാലും എന്തൊക്കെ വന്നാലും മുല്ലപ്പെരിയാർ എന്നൊരു വിഷയം ഇപ്പോഴും സാധാരണക്കാരന്മാർ ചർച്ച ചെയ്യുന്ന, സർക്കാർക്കിടയിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. ഇപ്പോഴിതാ മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തിയാൽ 50 വർഷത്തേക്ക് ഭീഷണിയില്ല എന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. പുതിയ ഡാം എന്നത് അനിവാര്യമല്ല, പകരം മുല്ലപ്പെരിയാർ റിസർവോയറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കുകയാണ് വേണ്ടത് എന്നും ഇ ശ്രീധരൻ പറയുന്നു. തുരങ്കം നിർമ്മിച്ചാൽ മുല്ലപ്പെരിയാർ ഭീഷണി ഉണ്ടാവില്ല. തമിഴ്നാട്ടിൽ വെള്ളം ശേഖരിക്കാനായി ചെറിയ ഡാമുകൾ നിർമ്മിക്കണമെന്നും ഇ ശ്രീധരൻ നിർദ്ദേശിച്ചു. 4 കിലോമീറ്റർ നീളത്തിലും 6 കിലോമീറ്റർ വിസ്താരത്തിലും തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കാമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. ഡാം നിർമ്മാണം ചെലവേറിയതാണ്. ജലനിരപ്പ് 100 അടിയിൽ നിജപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നിർദ്ദേശം തമിഴ്നാടും കേന്ദ്രവും ഉടൻ അംഗീകരിക്കുമെന്നും സുപ്രീം കോടതിക്കും എതിർപ്പ് ഉണ്ടാകില്ല എന്നും ഇ ശ്രീധരൻ പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച് വ്യാപക ചർച്ചകൾ നടക്കുകയും ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയും ചെയ്തിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി 152 അടിയും അനുവദനീയ സംഭരണ ശേഷി 142 അടിയുമാണ്. 2010 സുപ്രീം കോടതിയിൽ നിയോഗിച്ച ജസ്റ്റിസ് AS ആനന്ദ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 2014 അണക്കെട്ടിലെ ജലനിരപ്പ് 136 നിന്ന് 142 അടിയാക്കി ഉയർത്തിയത്. എന്തായാലും ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്തിയിട്ടുള്ള മെട്രോ എന്നുള്ള ഇന്ത്യയുടെ എത്രയും അഭിമാനകരമായ ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത വ്യക്തിയാണ് ഇ ശ്രീധരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിരീക്ഷണം, അദ്ദേഹത്തിന്റെ പഠനങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒക്കെയും കൃത്യമായി തന്നെ അത് മനസ്സിലാക്കി അല്ലെങ്കിൽ ജനത്തിന് അത്രയും അദ്ദേഹത്തെ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇ ശ്രീധരൻ പറയുന്നത് 50 വർഷത്തേക്ക് ഇനി ഭയമില്ലാതെ ജീവിക്കണമെങ്കിൽ, ഭയമില്ലാതെ ഒന്ന് ഉറങ്ങണമെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് അത് ബലപ്പെടുത്തുക തന്നെ വേണമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ബലപ്പെടുത്തിയാൽ 50 വർഷത്തേക്ക് ഒരു ഭീഷണിയുമില്ലാതെ കഴിയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, പുതിയ ഡാം എന്നത് ഏറെ ചെലവേറിയതുമാണ്. മാത്രമല്ല, അത് പുതിയ ഡാം നിർമ്മിക്കാൻ, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കുറച്ചധികം പാടുപെടേണ്ടി വരും. പക്ഷേ തുരങ്കം നിർമ്മിക്കുക, അതുവഴി വെള്ളം തമിഴ്നാട്ടിലേക്ക് എത്തിക്കുക, അതുവഴി ഈ മുല്ലപ്പെരിയാറിന് മറ്റ് കേടുപാടുകളൊന്നും സംഭവിക്കാതിരിക്കുക, അതെല്ലാം തന്നെ കൃത്യമാണ്, അല്ലെങ്കിൽ അതെല്ലാം തന്നെ അക്കമിട്ട് അദ്ദേഹം നിർത്തുന്നുണ്ട്. എന്തായാലും ഈ ശ്രീധരന്റെ ഈ വാക്കുകൾ തമിഴ്നാടും സുപ്രീം കോടതിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ മുഖവിലക്കെടുക്കും, അംഗീകരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നിന്നും വ്യക്തമാകുന്നത്.